തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കോളറ ബാധയെന്ന് സംശയം. നെയ്യാറ്റിൻകരയിലെ കാരുണ്യ ഓർഫനേജിലെ അന്തേവാസികൾക്കാണ് കോളറ പിടിപെട്ടതായി സംശയിക്കുന്നത്. സുലേഖ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. സുലേഖ, കോളറ പിടിപെട്ടു എന്ന് സ്ഥിരീകരിക്കത്തക്ക വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? കാവ്യ, എന്തായാലും കോളറ സ്ഥിരീകരിച്ചതായിട്ടുള്ള ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അറിയിപ്പുകളോ ഒന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കോളറയുടെ സംശയത്തിലാണ് ഈ കാരുണ്യ ഓർഫനേജിലെ കാര്യങ്ങളുള്ളത്. അന്തേവാസികൾക്ക് കോളറയുടെ സമാനമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ ഇത്തരത്തിൽ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കോളറയുടേത് എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഒരു അന്തേവാസി ഇന്നലെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പരിശോധനകൾ ഓർഫനേജിൽ നടക്കുന്നത്. നിലവിൽ ഇത്തരത്തിൽ കോളറയാണെന്നുള്ള സംശയം മാത്രമാണ് ഉള്ളത്. എന്തായാലും ആരോഗ്യവകുപ്പിന്റെ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ കോളറയാണോ എന്നുള്ളതിൽ ആരോഗ്യവകുപ്പിന്റെ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും നഗരസഭയുടെ ഈ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനകളൊക്കെ തന്നെയും ഈ കാരുണ്യ ഓർഫനേജിൽ നിലവിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ സാമ്പിളുകളുടെ അടക്കം ഭക്ഷണത്തിന്റെ സാമ്പിൾ അടക്കം പരിശോധിച്ചുകൊണ്ടുള്ള നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. നെയ്യാറ്റിൻകരയിലെ കാരുണ്യ ഓർഫനേജിൽ അന്തേവാസികൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു കോളറയെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം വന്നിട്ടുള്ളത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അന്തേവാസികൾക്ക്. അത് കോളറയുടേത് സമാനമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആരോഗ്യ വകുപ്പടക്കം ഇത്തരത്തിൽ ഓർഫനേജിലെത്തി പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിലവിൽ 26 വയസ്സുകാരനായ അന്തേവാസിയാണ് കഴിഞ്ഞ ദിവസം ഈ കോളറയ്ക്ക് സമാനമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇന്നലെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ഒരു സ്ഥിരീകരണം കൂടി ഇത്തരത്തിൽ കോളറയാണോ എന്നുള്ളതിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ ഇത് കോളറയാണോ അല്ല മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളാണോ ഇത്തരത്തിൽ ഉണ്ടായത്. 20ഓളം വരുന്ന അന്തേവാസികളാണ് കാരുണ്യ ഓർഫനേജിൽ നിലവിലുള്ളത്. കാവ്യ. ശരി സുലേഖ, എന്തായാലും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് സ്ഥിരീകരണം വരണം. നിലവിൽ ഇപ്പോൾ ഈ ഓർഫനേജിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. കൂടുതൽ നിരീക്ഷണങ്ങൾക്കും നിഗമനങ്ങൾക്കുമായി കാത്തിരിക്കുകയാണ്. കോളറ ബാധ എന്ന സംശയം മാത്രമാണ് നിലവിലുള്ളത്. വിവരങ്ങളാണ് സുലേഖ തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്.